നമസ്കാരം. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ ചാലക്കുടിയിൽ വികസനം ചർച്ചയാക്കി രണ്ടാം ജയം തേടി ബെന്നി ബെഹനാൻ എത്തുന്നു. നവചാലക്കുടി എന്ന ആശയവുമായി പ്രൊഫസർ രവീന്ദ്രനാഥ് എത്തുന്നു. വോട്ട് വിഹിതം കൂട്ടാൻ NDAയുടെ ഇരുമുന്നണികൾക്കും ഭീഷണിയായി 2020 വിജയത്തിൽ നിർണായകമാവുക ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയാണ് എന്ന് കൂടി പറയട്ടെ. ചാലക്കുടി പിടിക്കുവാൻ ഇത്തവണ പൊരിഞ്ഞ അംഗം നടക്കുന്നു. പുറമേ ശാന്തമാണെങ്കിലും അടിയൊഴുക്കുകൾ ഏറെ ഉള്ളതും ചങ്കിടിപ്പേറ്റുന്നതുമായിട്ടുള്ള പോരാട്ടമാണ് ചാലക്കുടിയിൽ നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പൊതുവെ വലതുപക്ഷത്തിനോട് ചാലക്കുടി പുലർത്തുന്ന കൂറിലാണ് UDFന്റെ ആത്മവിശ്വാസവും പ്രതീക്ഷയും. രാഷ്ട്രീയ സാമുദായിക മാറ്റങ്ങളും സ്ഥാനാർത്ഥിയുടെ ബന്ധങ്ങളും ജയം കൊണ്ടുവരുന്ന പ്രതീക്ഷയിലാണ് പക്ഷേ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവവും പിന്നാക്ക സമുദായങ്ങളുടെ പിന്തുണയും വോട്ട് കൂട്ടുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. 2020യുടെ സ്വാധീനവും മണ്ഡലത്തിൽ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലം. 2004 മുകുന്ദപുരം മാറി ചാലക്കുടി രൂപപ്പെട്ടത്. 1952 മുതൽ അങ്ങോട്ട് നടന്ന 17 തിരഞ്ഞെടുപ്പുകളിലും 12ലും ജയിച്ചത് കോൺഗ്രസ്സാണ്. 2 വട്ടം ഇടതും 1 വട്ടം കേരള കോൺഗ്രസും 2 വട്ടം ഇടത് സ്വതന്ത്രനും വിജയിച്ചു കയറി. തൃശ്ശൂരിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, എറണാകുളത്തെ ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. കയ്പമംഗലം ഒഴികെയുള്ള മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസിന് മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് വൈപ്പ്. 2014 ഇടത് സ്വതന്ത്രനായി ഇന്നസെന്റ് വിജയിച്ചിരുന്ന മണ്ഡലമാണ്. 2019 ബെന്നി ബെഹനാൻ ഇന്നസെന്റിനെ 1,32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുന്നു. NDA 2020 പാർട്ടി മുന്നണികൾക്ക് എങ്ങനെ ഭീഷണിയാകുമെന്നുള്ള ആശങ്കയും കൗതുകവും മത്സരത്തിന് കൊഴുപ്പ് കൂട്ടുന്നുണ്ട് ചാലക്കുടിയിൽ. ഈ സിറ്റിംഗ് സീറ്റിൽ രണ്ടാം അംഗത്തിനിറങ്ങിയ ബെന്നി ബെഹനാനും UDFും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന് പറയാം. ജനങ്ങൾ ഒപ്പം നിൽക്കുന്ന വിശ്വാസം ഇതുവരെയുള്ള പ്രചാരണത്തിൽ വ്യക്തമാണ് എന്ന് നേതാക്കൾ പരസ്പരം പറയുന്നു. മുന്നണിയിലും കോൺഗ്രസിലും അസ്വാരസ്യങ്ങൾ ഇല്ല എന്നുള്ളത് പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട് എന്നുകൂടി ബെന്നി ബെഹനാൻ വിശ്വസിക്കുന്നു. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസിന് അനുകൂലമാണ് എന്നുള്ളതാണ് മുന്നണിയുടെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. MP എന്ന നിലയിലെ ബെന്നി ബെഹനാന്റെ പ്രവർത്തനങ്ങൾ സഹായകമാകുമെന്നുകൂടി വിശ്വസിക്കുന്നു പാർട്ടി. MP എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകളും നടപ്പാക്കിയതും നേടിയെടുത്തതുമായ വികസന പദ്ധതികളുടെ ലഘുലേഖകളും അത് വ്യാപകമായി വിതരണം ചെയ്യുകയാണ് കോൺഗ്രസ്. മണ്ഡലത്തിൻ്റെ വികസന ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞത് വോട്ടർമാർ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ബെന്നിയുടെ വ്യക്തിബന്ധങ്ങളും വോട്ടു നേടാൻ അദ്ദേഹത്തിന് വഴിതെളിക്കുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ക്രൈസ്തവ സമൂഹം കോൺഗ്രസ് അനുകൂല നിലപാട് കുറിയും അവർ ആവർത്തിക്കുമെന്നുള്ള കാര്യം വലിയ പ്രതീക്ഷയാണ്. യാക്കോബായ, കത്തോലിക്ക വിഭാഗങ്ങൾ അവർക്ക് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ചാലക്കുടി. ഓർത്തഡോക്സ്, യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലും സഭകളുമായും സമവായ സമീപനമാണ് ബെന്നി ബെഹനാൻ എപ്പോഴും സ്വീകരിച്ചത്. ഇരുവിഭാഗത്തിനും സ്വീകാര്യനാണ് അദ്ദേഹം. സഭാ മേധാവികളുമായും വിശ്വാസി സംഘടനകളുമായും ബെന്നി ബെഹനാൻ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം പുലർത്തുന്ന നേതാവാണ്. ക്രൈസ്തവ വിഷയങ്ങൾ നടത്തിയ ഇടപെടലുകൾ സഹായകമാകുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് UDF. പ്രചാരണത്തിൽ കൈവരിച്ച മുൻതൂക്കവും താഴെത്തട്ടിൽ നടത്തിയ ഒരുക്കങ്ങളുമാണ് LDFന്റെ പ്രതീക്ഷകൾ എന്ന് പറയപ്പെടുന്നത്. ലോനപ്പൻ നമ്പാടനും ഇന്നസെന്റും കൈവരിച്ചിട്ടുള്ള അട്ടിമറി വിജയങ്ങൾ ആവർത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് LDF എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഷ്ട്രീയത്തിനൊപ്പം സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ വ്യക്തിപ്രഭാവവും ജനപിന്തുണ നൽകുമെന്നുള്ള ഉറപ്പിലാണ് LDFന്റെ നേതാക്കൾ. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ ലഭിക്കുമെന്നുള്ള വിലയിരുത്തലിൽ LDF മുന്നോട്ട് പോകുന്നു. യുവജനങ്ങളിൽ നിന്ന് പതിവിലുമേറെ പിന്തുണ സി രവീന്ദ്രൻ ലഭിക്കുന്നുണ്ട് എന്ന് രവീന്ദ്രനാഥ് പറയുന്നു. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ രവീന്ദ്രനാഥ് പര്യടനങ്ങളും വിദ്യാർത്ഥികളുമായുള്ള സംവാദങ്ങളും നടത്തുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ ആണ് ഇപ്പോൾ LDF സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങൾ മാത്രമല്ല യുവാക്കളുടെ വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്നുള്ള സൂചന നൽകുന്നു എന്ന് LDF വിലയിരുത്തുകയാണ്. നവചാലക്കുടി എന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ട് LDFന്റെ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് LDF പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇവയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ലഭിക്കുന്ന സ്വീകാര്യതയാണ് CPM വിലയിരുത്തുന്നത്. ഇന്നസെന്റിനും ലോനപ്പൻ നമ്പാടനും ലഭിച്ച പിന്തുണ രവീന്ദ്രനാഥിനും ലഭിക്കുമെന്നുള്ള വിലയിരുത്തലാണ് CPMനുള്ളിൽ തന്നെ ഉള്ളത്. മുൻ തിരഞ്ഞെടുപ്പുകളെക്കാൾ മുന്നേറ്റം കുറിക്കുവാൻ കഴിയുമെന്ന ഉറപ്പിലാണ് NDAയും BJPയും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 15.6% വോട്ടാണ് നേടിയത് എങ്കിൽ ഇക്കുറി വലിയ വർധനവ് NDA ഇവിടെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവവും മുഖ്യ വിഷയമാക്കിയാണ് NDA പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ്. തൊട്ടടുത്ത തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മത്സരത്തിൻ്റെ ചൂട് ചാലക്കുടിയിലും സ്വാധീനിക്കുമെന്നുള്ള ഒരു വിലയിരുത്തപ്പെടൽ കൂടിയുണ്ട്. BDJSന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം K ഉണ്ണികൃഷ്ണനാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. SNDP യോഗം ചാലക്കുടി യൂണിയൻ സെക്രട്ടറിയാണ്. കുന്നത്തുനാട് യൂണിയൻ കൺവീനർ എന്നീ പദവികളൊക്കെ വഹിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് NDAയുടെ സ്ഥാനാർത്ഥി. കുന്നത്തുനാട്, പെരുമ്പാവൂർ, ആലുവ, ചാലക്കുടി, കയ്പമംഗലം ഈ മേഖലകളിൽ ഈഴവ പിന്നാക്ക സമുദായങ്ങളുടെ വോട്ട് ആകർഷിക്കുവാൻ ഉണ്ണികൃഷ്ണന് കഴിയുമെന്നുള്ള വിലയിരുത്തലിലാണ് BJPയും NDAയും.
കിഴക്കമ്പലം ഉൾപ്പെടെ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്ന 2020 പാർട്ടി ചാലക്കുടിയിൽ മത്സരിക്കുന്നത് ആർക്കാകും ദോഷവും സഹായകവുമാകുക എന്നത് അത്തരത്തിലുള്ള കൗതുകത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ കാണുന്നത്. എല്ലാ മുന്നണികൾക്കും എതിരാണ് തങ്ങളുടെ മത്സരമെന്ന് 2020 പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. LDFിനെ പ്രത്യേകിച്ച് CPMനെ ശക്തമായിട്ട് എതിർക്കുന്നതാണ് 2020യുടെ നിലപാട് പോലും. UDFിൻ്റെ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും 2020യുടെയും പ്രസിഡന്റ് സാബു എം ജേക്കബിൻ്റെയും ഒക്കെ അവർ ഹിറ്റ് ലിസ്റ്റിലുള്ളവരാണ്. കുന്നത്തുനാട്, പെരുമ്പാവൂർ, ആലുവ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ 2020 കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലികളിൽ വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചത്. 2020 നേടുന്ന വോട്ടുകൾ തങ്ങൾക്ക് ദോഷമാകുമെന്നുള്ള ആശങ്ക 3 മുന്നണികൾക്കും ചാലക്കുടിയിലുണ്ട് എന്നുള്ളതാണ്. പ്രവർത്തനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ 2020 എന്ന് പറയപ്പെടുന്ന സാബു എം ജേക്കബിൻ്റെ പാർട്ടിയെ, ആ സംഘടനയെ മാറ്റി നിർത്താൻ കഴിയില്ല. അവർ പിടിച്ചെടുക്കുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റേതാണെങ്കിൽ ബെന്നി ബെഹനാന് തങ്ങളുടെ ഉറച്ച കോട്ടയായി വിശ്വസിക്കപ്പെടുന്ന ചാലക്കുടിയിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പകരം മത്സരത്തിനെത്തിയിട്ടുള്ള C രവീന്ദ്രനാഥടക്കം ഏത് തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയാലും കോൺഗ്രസിൻ്റെ ബെന്നി ബെഹനാനെ തകർത്ത് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യമില്ലാതാകുന്നത് അവിടുത്തെ സഭകളുടെ ഇടപെടലാണ്. എല്ലാ സഭകൾക്കും ഒരുപോലെ പ്രിയങ്കരനായിട്ടുള്ള ബെന്നി ബെഹനാനെ സഭകൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ C രവീന്ദ്രനാഥിന് അത്തരത്തിലുള്ള വോട്ടുകൾ ലഭിക്കുമോ എന്നുള്ള സാധ്യത കുറവാണ് എന്ന് പറയേണ്ടി വരും. പകരം 2020യുടെ നിലപാടുകൾ, അവർ സ്വീകരിക്കുന്ന വോട്ടുകളും NDAയുടെ വോട്ടുകളും ഏത് തരത്തിലായിരിക്കും CPMനെയും കോൺഗ്രസിനെയും ബാധിക്കുക എന്നുള്ളതാണ് ജയവിജയ സാധ്യതകൾ അവിടെ, ജയപരാജയ സാധ്യതകൾ അവിടെ കണക്കാക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ് ചാലക്കുടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 2020യുടെയും ഒപ്പം തന്നെ NDAയുടെയും ഒക്കെ വോട്ടുകൾ ഏത് വഴിക്കാണ് മറിഞ്ഞു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ മറിയുകയാണെങ്കിൽ ഉറച്ച കോട്ടയായ ചാലക്കുടിയിൽ ബെന്നി ബെഹനാന് ഒരുപാട് വിയർപ്പൊഴുക്കി മുന്നോട്ട് അധ്വാനിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.